കാണ കിടപ്പോക്ക് ഒരു പനി നീര് കളിച്ചിട്ടേണ പോലെ ദുഷ്ടൻ കാണിച്ചത്. മഴ പെയ്യണത് മഴയല്ല ഇടിയും മിന്നലും എന്നെ ഇടി മേടിക്കുള്ളൂ മിക്കാറ്. എന്താടി ഇതൊക്കെ നീ കാണിച്ചു വെച്ചാണ്. ഓ എന്റെ പൊന്നു മക്കളെ, എന്റെ കയ്യിൽ നിന്ന് ചായ സ്ലിപ്പായി വീഴുന്ന്. ആണ്ട് ഗ്ലാസിന് അവിടെ വച്ചിട്ടുണ്ടോ മക്കളെ? ആ പൊട്ടിയാ? ഇല്ല. ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യും? അല്ല റിങ്കിയെ ബക്കറ്റും തൂരി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു പോയുണ്ട്. ബക്കറ്റും ചൂലും റിങ്കി വന്നാലേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് പറ്റൂലേ? മക്കള് ചെയ്, കുഴപ്പമൊന്നുമില്ല. മാറിയില്ല അങ്ങോട്ട്. ഇതിനാണ് എന്ത് വേണം? എന്താണ് നീ റിംഗിങ് കൊണ്ടുള്ള ഇല്ലീഗൽ ഡീലിംഗ്? എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ മനസ്സിലായ ഇവര് തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, രഹസ്യ സെറ്റപ്പുകൾ. ആകെ വെറുതെ ഒരുമാതിരി എന്താ വിളിച്ച് പറയണം. ഞങ്ങള് തമ്മിൽ ഒന്നും ഇല്ല. ഇവളെ എന്തിനോ കേസ് മറ്റവക്കറിയാം. അത് ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഇവളെ കൊണ്ട് ഈ പണിയെത്ര എടുപ്പിക്കുന്നത്. അല്ലേ ഇവള് പൊന്നു മോള് ഇവള് പണിയെടുക്കുന്നത്. അവൻ കള്ളത്തിനൊക്കെ പറയുമെങ്കിലും ചില കാര്യം സത്യം പോലെ പറയുള്ളൂ. അറിയാം. എന്റെ പൊന്നപ്പൊ ഈ അങ്കിളിന്റെ ഭ്രാന്താണ്. ചുമ്മാ ഓരോന്നൊക്കെ വിളിച്ച് പറയാനാണ്. എങ്ങനെ അങ്കിളിന് ഭ്രാന്ത്? പങ്കേശ്വരി, നീ എന്നെ തീരെ മൊണ്ണേശ്വരനാക്കല്ലേ കേട്ടാ. സത്യമൊക്കെ ഞാൻ പൊക്കി തരാം കേട്ടാ. ശരി, എന്നാ പിന്നെ നടക്കട്ടെ. തരാം കേട്ടോടി. അഡ്ജസ്റ്റ്മെന്റുകൾ എന്തിന് പ്രശ്നം? ഒന്നും ഇല്ലെന്ന് പറഞ്ഞ കേട്ടില്ലേ? ഞാൻ ഇപ്പൊ പോണു. ഞാൻ ക്ലീൻ ചെയ്യും. ഞാൻ പോണു. നീ ചെയ്യാൻ വന്നല്ലേ, നീ ചെയ്യ്. മിണ്ടായിരിക്കുമെന്ന്. ഓ ഞാൻ മിണ്ടില്ല. ഞാൻ എത്തി കിടന്നോട്ട്. മാറ്. ഓ കിടക്കാനൊന്നും അമ്മയില്ലേ? അപ്പുറത്തങ്ങനെ പോയി പോ. എങ്ങോട്ട് പോവായി? എന്റെ പൊന്നണ്ണ, ഞാൻ നടന്നു വരെയായിരുന്നു. അപ്പൊ റിങ്കി പിങ്കി എടുത്ത് പറയുന്നു, ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കൂ. എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നു? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു. അപ്പൊ അവിടെ അടുത്ത് പറയല്ലേ നിങ്ങൾക്ക് ഭ്രാന്തം. അതിപ്പോ അവിടെ ഒരു സത്യം പറഞ്ഞല്ലേ. അണ്ണ ജീവിച്ചോണ്ടിരിക്കാണ്. അണ്ണ കാര്യം പറ. അല്ല കാര്യം കേക്ക്. രവിയേട്ട ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം. ഇതിലെന്തോ കാര്യമുണ്ട്. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ ദേഹാനെങ്കിൽ പണിയെടുക്കാത്തവൾ ഇന്ന് ഇത്രയും പണിയെടുക്കുന്നത് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ഫോം ഫില്ല് ചെയ്യുന്നത്, അവിടെ തച്ചിലിരുന്ന് വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്തു. എന്തിനാ വിളിച്ചു ചോദിക്കണം? വിളിച്ചു ചോദിക്കാനോ? അല്ലെ വിളിച്ചു ചോദിക്കുമ്പോഴേ അവളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ? അണ്ണ അങ്ങോട്ട് വിരട്ടി ചോദിക്കണം. അപ്പൊ അവിടെ മണിയായിട്ട് പറയും. ഞാനാ? അല്ല ചേട്ടത്തി അല്ല, ഇത് മറ്റേ മണി. ഏതോ ചേട്ടത്തി എന്റെ മണിയായിട്ട്. മണിയായിട്ട്. മക്കളെ ഒരു ഗ്ലാസ് ചായ ചായ ഉണ്ടാക്കി തരാം. മാമ ഇങ്ങ് വാ. വലിയ വിഷയം. എന്തേ ഇവളെ കാര്യമേ പിങ്കിയുടെ. മാമാ പിങ്കി വർഷ പിരീന. ഓ അവിടെ ചായ തൂമി കിടന്ന് കംപ്ലീറ്റ് തുടച്ച. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ വിളിക്കല്ലേ? അണ്ണ ചോദിക്കണ്ട അങ്ങോട്ട്. ഇവിടെ അവള് പണിയുന്ന നിനക്കെന്തേലും വിളിച്ചു ചോദിച്ചാ? അതല്ല മാമ കാരണം. പിന്നെ വേറെ വിഷയം. ഞാൻ ഒരു കേട്ട കാര്യം ഇവിടെ പറയാണ്. അല്ല അവിടെ മറ്റേ തൂത്തുകാരുടെ കാര്യമല്ല ഇവിടെ നടക്കണത്. നീ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട് വരാം. അല്ലേ നീ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട്. നേരത്തെ ഭ്രാന്തൻ വരെ പറഞ്ഞു കണ്ട. അല്ല മാമ എന്തോ കാര്യമുണ്ട്, അത് അറിയണം. നീ വിളിച്ചോണ്ട് വാ. അപ്പൊ ഞാൻ ഭ്രാന്തൻ എന്നല്ലേ പറയണത്? എടാ അത് പോട്ട്, നീ വിളിച്ചോണ്ട് വാ അവളെ. ചോദിക്കാം. വിളിച്ചോണ്ട് വരണ്ടോ ഇല്ലയോ? ഞാൻ വിളിച്ചോണ്ട് വരാം. അവന്റെ ധൃതി ഉണ്ടാ വിളിച്ചോണ്ട് വരാൻ. അല്ല എന്തോ കള്ളത്തരം ഉള്ള പോലെ തോന്നുന്നു. ഒന്നുമില്ലടാ സംശയം ആണല്ലേ? ചിലപ്പോ രാമന് തോന്നിയായിരിക്കും മണി. നിങ്ങൾ ഏതൊന്നിൽ ഉറച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല ഒന്നും പറയണ്ട, വരട്ട്. ചോദിക്കാം. അങ്ങനെ ചോദിക്കും. നിങ്ങള് ചായ വേണോ? അല്ലേ തരാവേ. 10 മിനിറ്റ്. എങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് പോവേ. നിന്നെ അച്ഛൻ വിളിക്കണ. വാ. അച്ഛൻ വിളിക്കണ? എന്തിന്? എന്തിനാ നീ കുറച്ചു മുന്നേ എന്നെ എന്തോന്ന് വിളിച്ച? ഭ്രാന്തനെന്നാ? ഭ്രാന്തല്ലേ?
എന്റെ ഭ്രാന്ത് ഞാൻ കാണിച്ചു തരാടി. നിനക്ക് ഇന്ന് പൊടിയരി കഞ്ഞി എന്റെ. വാ 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 നടാ. ചെന്ന് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ഏഷ്യനേറ്റല്ലേ ആ കേട്ട് ദുഷ്ടൻ. എന്റെ പൊന്നങ്കളെ ഞാൻ അങ്കിളടുത്ത് എന്തേലും ചെയ്തിട്ടുണ്ടോ അങ്കിള്? ജാടയുടെയും ഡയലോഗ് ചെയ്തിട്ടുള്ളത്. നടാ വാടി. നിന്നെ ഞാൻ കഴിയോടെ നിന്നെ ഞാൻ കൊണ്ടുപോടി. നീ അണ്ണാ വാണാ തല്ല കൊണ്ടുവന്നു. നിന്നെ ഇന്ന് മത്തി വരയുമ്പോൾ വരഞ്ഞ് പൊയ്ക്കൂടി ഇന്ന്. എന്തുവാണ് നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? എൽബതാ ഒന്നുമില്ല. മോൻ തുറച്ച കള ലക്ഷണം മാറോ? മാറോ എന്ത്? എന്തോടി? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല. പിന്നെ നീ ഇങ്ങനെ പെരുങ്ങണ? സാവധാനത്തെ അവിടുത്തെ ചോദിച്ച കാര്യം മനസ്സിലാക്കി. അണ്ണ അങ്ങോട്ട് ചോദിക്കണം. അങ്ങോട്ട് മറ്റൊരുത്തിയെ വിളിച്ചില്ല, അവളവിടെ കുറെ നേരം. റിങ്കി ഇങ്ങോട്ട് വാ. റിങ്കി ആ വാ. അതാ വരുന്ന. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കണി? നീ അവിടെ നിന്ന് മല മറിക്കണ? എന്താ ഇങ്ങോട്ട് എന്താണ്? എന്താണ് രണ്ടുപേരും കൂടെ ഒരു കള്ളക്കളി? നിന്ന് തപ്പി കളിക്കാനല്ലോ കാര്യം പറയണി. എന്താണ് കാര്യം പറയണ്ടേ? അത് വന്നിട്ട് ഇവിടെ ഫ്രണ്ട് ഉണ്ടല്ലോ അഞ്ജനി ഇവളും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി പാർക്കിൽ പോയിട്ട് അവിടുത്തെ അവളുടെ കസിൻ കണ്ട് കസിൻ പോയി ചെന്ന് വീട്ടിൽ പോയി പറഞ്ഞ് അവളുടെ അമ്മ അറിഞ്ഞ് അവസാനം അമ്മ ഇവിടെ വിളിച്ചിട്ട് ഇവളെ കുറെ വഴക്ക് പറഞ്ഞു. ഇവളെ എങ്ങനെ വിശ്വസിച്ച് കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സംഭവിച്ചത്. ഓഹോ, അപ്പൊ ഈ സത്യം മൊത്തം അറിഞ്ഞു വെച്ചോണ്ട് അത് ഞങ്ങളോട് പറയാതെ നീ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ച് പണിയെടുപ്പിക്കായിരുന്നു അല്ലേ? അതല്ലേ പറഞ്ഞേ? അതെന്നാ കണ്ടാ ഇവിടെ രാവിലെ കോളേജിൽ നിന്ന് ചോറും പൊതി എടുത്തോണ്ട് പോണേ പാർക്കിലാണ്. അയ്യോ അച്ഛ വിഷമിക്കണ അച്ഛാ. ചോറ് ഞാൻ മരത്തിന് മൂട്ടിരുന്ന് കഴിച്ചായിരുന്നു അച്ഛാ. അതിന് ചോറ് കഴിച്ചെന്നാ കണ്ടോ? അണ്ണ ഇങ്ങനെ നിക്ക. അണ്ണ ഇവിടെ അറിഞ്ഞാൻ പറഞ്ഞ അറിയണം. അണ്ണ അടിയണ്ണാണ് കളികള് രണ്ടെണ്ണം. നീ ഒരു കാഞ്ചി പോയി വടി എടുത്തോണ്ടോ? എന്നെ ഓടിക്കരുത്. ഇങ്ങോട്ട് വാടി. കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തപ്പോഴേ ഒരു സമാധാനമൊക്കെ ഉണ്ട്. ചേട്ടത്തി മാറി ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം.